ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന ചാപ്റ്റർ പഠിക്കാൻ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്കിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഫുൾ ചാപ്റ്റർ എന്ത് ചെയ്യാം, നല്ല സെറ്റായിട്ട് പഠിക്കാം. അപ്പോൾ വൺ ഷോർട്ട് റിവിഷൻ ഓഫ് ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ചാപ്റ്റർ മറിക്കുന്നത് കണ്ടു, ഫസ്റ്റ് പേജ് കണ്ടു, ഇത് എന്തൊക്കെ നടക്കുകയാണ് അല്ലേ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജ് നമ്മൾ കുറേ കാര്യം പഠിച്ചു. അടുത്തത് ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഈ പറയുന്ന വെൻ പാർട്ടീഷൻ ബിക്കം പെയിൻ പഠിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാദർ ഓഫ് ഇന്ത്യ ബിക്കം മാർട്ടിയർ. ഏതാണ്ട് 5 പേജ് വരും അല്ലേ. സത്യം പറഞ്ഞാൽ ഈ 5 പേജിലുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഒറ്റ സ്ലൈഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും? ഫസ്റ്റ് ഇന്ത്യ പാർട്ടീഷൻ സംഭവിച്ചു. എന്താ സംഭവിച്ചേ? 1947 ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം രാജ്യം അല്ലേ, ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ആ ഭാഗത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തിന് വെസ്റ്റ് പാകിസ്ഥാൻ ആക്കി, ഈ ഒരു ഭാഗത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? പഞ്ചാബ് ഏരിയ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ഇത് അടുത്ത് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. സിൽഹറ്റ് എന്ന് പറയുന്ന സ്ഥലവും എന്തിന്റെ ഭാഗമായി? ഈസ്റ്റ് പാകിസ്ഥാന്റെ ഭാഗമായി. അപ്പോൾ അറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റിയാണ്. അപ്പോൾ എന്ത് പറ്റിയിട്ടുണ്ട്? മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ടും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോട്ടും 2 സ്ഥലത്തോട്ടും മാറ്റങ്ങൾ അല്ലെങ്കിൽ പലായനം ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചു? ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഈ പറയുന്ന പാർട്ടീഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം, റിയോട്ടുകൾ നടന്നു, അതായത് കലാപങ്ങൾ നടന്നു, ആൾക്കാരെ കൊന്നു, ഒരുപാട് പേര് റെഫ്യൂജികളായിട്ട് മാറി, അഭയാർത്ഥികളായിട്ട് മാറി, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു, അവർക്ക് ഒരുപാട് സഫറിങ്സ് ഉണ്ടാകും. ഇത്രയും പോയിന്റ് അതാണ് പറയുന്നത്. കണ്ടോ, ഇത്രയും കാര്യം. 100 ഓഫ് റെഫ്യൂജീസ് എന്ത് ചെയ്തു? ഇങ്ങോട്ടും മൂവ് ചെയ്തു, വയലൻസ് നടന്നു, കമ്മ്യൂണൽ റിയോട്ട് നടന്നു, സ്ത്രീകൾ ഡിസോണർ ചെയ്യപ്പെട്ടു, കുട്ടികളും സ്ത്രീകളും അബ്ഡക്ഷൻ ചെയ്യപ്പെട്ടു. ഇവിടുന്ന് വരുന്ന മറ്റൊരു ചോദ്യം, ബംഗാളിൽ എന്തുകൊണ്ടാണ് ലെസ് മൈഗ്രേഷൻ ഉണ്ടായത്? ബംഗാളിൽ മൈഗ്രേഷൻ അധികം ഉണ്ടാകാത്തതിന്റെ കാരണം, ഒന്ന്, അവരെല്ലാവരും ബംഗാളികൾ എന്ന് പറയുന്ന ആ ഭാഷാ സ്നേഹം അവർക്കുണ്ടായിരുന്നു. അവർക്ക് 1905 നടന്ന ബംഗാൾ പാർട്ടീഷൻ കാരണം സെക്കുലർ നാഷണലിസം ഉണ്ടായിരുന്നു, മതത്തിന് അതീതമായിട്ടുള്ള ഒരു രാജ്യസ്നേഹം. ബ്രഹ്മപുത്ര നദി ജോഗ്രഫിക്കലി ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ തടഞ്ഞു. അതുകൊണ്ടാണ് ബംഗാൾ എന്തായിട്ട് മാറിയത്? ഈ പറഞ്ഞ അധികം പാർട്ടീഷൻ നടക്കാത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സെറ്റ് അല്ലേ, കിട്ടിയില്ലേ? അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജിയുടെ അസാസിനേഷൻ 1948 ജനുവരി 30 നമ്മുടെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചിട്ട് നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിംസ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന വാദമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇത്രയും പോയിന്റുകൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയെ മുറിച്ചു, വെസ്റ്റ് പാകിസ്ഥാൻ ആക്കി, ബംഗാളിനെ മുറിച്ചു, ഈസ്റ്റ് പാകിസ്ഥാൻ ആക്കി, സിൽഹറ്റ് ഭാഗവും എന്ത് ചെയ്തു? ഇങ്ങോട്ട് ആക്കി. തീർന്നു. അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു? ഒരുപാട് എക്സോഡസ് ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പലായനങ്ങൾ കുറേ നടന്നു. പലായനത്തിന്റെ ഫലമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. എന്നാൽ ബംഗാളിന്റെ ഭാഗത്ത്, ഈസ്റ്റ് ഭാഗത്ത് അധികം ഇതുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ള കാരണവും നിങ്ങൾക്ക് പിടികിട്ടി. അതിനുശേഷം ഇതാണ് റാഡ്ക്ലിഫ്, അറിയാമല്ലോ. പാർട്ടീഷൻ പെയിനായി മാറിയത് എങ്ങനെയാണ്? അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഗാന്ധിജി എന്തായിട്ട് മാറി? മാർട്ടിയറായിട്ട് മാറി. അടുത്തത് ഇനി ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസ്. 47 ശേഷം നമ്മുടെ ഇന്ത്യക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടായത്? 6 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞ റെഫ്യൂജികളുടെ റീഹാബിലേഷൻ, പ്രിൻസിലി സ്റ്റേറ്റുകളുടെ ഇന്റഗ്രേഷൻ, ഫ്രഞ്ച് പോർച്ചുഗീസ് ടെറിട്ടറികളുടെ ലിബറേഷൻ, ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് പ്ലാനിങ്, അതുപോലെ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി. ഇത്രയും 6 പോയിന്റുകൾ 100% പഠിച്ചു വെച്ചേക്കണം. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഒരു എസ്സേ രൂപത്തിൽ വരും. അപ്പോൾ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ വരണം, ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിച്ചത് ഇന്ത്യ പാകിസ്ഥാന്റെ വിഭജനമാണ്. അപ്പോൾ വിഭജനം നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അഭയാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ അവരെ മാറ്റി പാർപ്പിക്കണം. അപ്പോൾ അഭയാർത്ഥികളുടെ കാര്യം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്ത് പല ഭാഗങ്ങളായിട്ടാണ് കടന്നേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റുകൾ ഒരുമിച്ച് കൊണ്ടുവരണം. ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ടെറിട്ടറി പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ ലിബറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നാട്ടുകാരുടെ പ്രശ്നമായി അല്ലേ, ഭാഷ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഉണ്ടാക്കണം, സാമ്പത്തികമായി മുന്നോട്ട് വരണം, ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഉണ്ടാക്കാം. ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ്. കണ്ടോ, റീഹാബിലേഷൻ ഓഫ് റെഫ്യൂജീസ്. ഇത്രയും കാര്യം ഞാൻ ഒറ്റ പോയിന്റ് ഒതുക്കിയിട്ടുണ്ട്. 6 മില്യണിലധികം റെഫ്യൂജികൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എത്തി. 1951 47 കിട്ടുകയാണല്ലോ, 51 കൂടി വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള മൈഗ്രേഷൻ നമ്മൾ സെറ്റിൽ ചെയ്തു. അതായത് ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ നമ്മൾ 1951 ആയപ്പോൾ സെറ്റിൽ ചെയ്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേഷൻ തുടങ്ങി. ഇത് 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം ഈസ്റ്റ് പാകിസ്ഥാനെ പിടിച്ചെടുത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാക്കുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെഫ്യൂജി പ്രശ്നം എങ്ങനെയാണ്? 6 മില്യണിലധികം റെഫ്യൂജികൾ ഇന്ത്യയിലേക്ക് എത്തി.
വെസ്റ്റ് പാകിസ്ഥാനിലത് 51 നമ്മൾ സോൾവ് ചെയ്തെങ്കിൽ ഈസ്റ്റ് സൈഡിലേത് 71 വരെ നീണ്ടു നിന്നു. പ്രശ്നം സോൾവ് ചെയ്തു. അടുത്ത ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. എന്താ സംഭവം? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് 565 പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത്. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. VP മേനോനും അതുപോലെ തന്നെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലുമാണ് ഈ പറയുന്ന രാജ്യങ്ങളെ യുണൈറ്റ് ചെയ്യുന്ന ടാസ്കുമായിട്ട് മുന്നിട്ടിറങ്ങിയത്. അവർ മീറ്റിംഗ് വിളിച്ചു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസേർഷൻ വഴി ഈ പറയുന്ന 4 നാട്ടുരാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ കൂടെ എത്തിയവർക്ക് ഒരു മാസം പെൻഷൻ എന്ന രീതിയിൽ, പ്രിവ്യൂ പേഴ്സ് എന്ന രീതിയിൽ കോമ്പൻസേഷൻ കൊടുത്തോളാമെന്നും പറഞ്ഞു. അങ്ങനെ നാട്ടുരാജ്യങ്ങൾ ചേർന്നു. ആരൊക്കെ ചേർന്നില്ല? 4 പേര്. ജുനഗഡ്, കാശ്മീർ, ട്രാവൻകൂർ, ഹൈദരാബാദ്. ഇവരെന്ത് ചെയ്തില്ല? ചേർന്നില്ല. എന്നാൽ പിന്നീട് മിലിറ്ററി ഓപ്പറേഷൻ വഴിയും അതുപോലെ തന്നെ അനുരഞ്ജന ചർച്ചകളിലൂടെയും ഈ 4 സ്ഥലവും നമ്മൾ ഒരുമിച്ച് ചേർത്തു. സെറ്റ്, തീർന്നു. ഇത്രയും പോയിന്റ് ഇവിടെ പറയുന്നുള്ളൂ. കിട്ടിയില്ലേ? അടുത്ത് ലിബറേഷൻ ഓഫ് ഫ്രഞ്ച് അതുപോലെ പോർച്ചുഗീസ് ടെറിട്ടറീസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ഫ്രഞ്ചുകാരുടെ ടെറിട്ടറി ആയിട്ടുണ്ടായിരുന്നതാണ് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ. ആരുടെയായിരുന്നു? ഫ്രഞ്ച് കോളനികളായിരുന്നു. എന്നാൽ ഈ പറയുന്ന ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂവും ദാദ്രാനഗർ ഹവേലിയും ആരുടേതായിരുന്നു? പോർച്ചുഗലിൻ്റെ കോളനികളായിരുന്നു. 1954 ആയപ്പോഴത്തേക്കും ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? ആ കോളനികളൊക്കെ ഇന്ത്യക്കാർ കൊടുക്കാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ടാക്കി. ചന്ദ്രനഗർ എന്ന് പറയുന്ന ഭാഗത്തിനെ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റുമായിട്ട് ചേർത്തു. പോർച്ചുഗീസുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദാദ്രാനഗർ ഹവേലി എന്ന് പറയുന്നത് 54 തന്നെ ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ ഗോവ അവർ വിട്ടുകൊടുത്തില്ല. ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂവും 1960 ഓപ്പറേഷൻ വിജയ് വഴി നമ്മൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഗോവ സംസ്ഥാനമൊക്കെ പിന്നീട് വരുന്നത്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ 2 ഭാഗങ്ങൾ അല്ലേ? മാഹി, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം, ചന്ദ്രനഗർ ഫ്രഞ്ച്, ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്രാനഗർ ഹവേലി പോർച്ചുഗീസ്. 1954 ഈ പറയുന്ന ഫ്രഞ്ച് കോളനി അത്രയും വിട്ടുകൊടുത്തു. അതിൽ മാഹി, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം ചേർത്ത് പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി. ചന്ദ്രനഗറിനെ വെസ്റ്റ് ബംഗാളിനോട് ചേർത്തു. 54 തന്നെ ഈ പറയുന്ന എവിടെ പോയി കിട്ടി? ദാദ്രാനഗർ ഹവേലി. ഈ പറയുന്ന ദാദ്രാനഗർ ഹവേലി ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം പോർച്ചുഗലിന് ഒഴിഞ്ഞു പോകേണ്ടി വന്നെങ്കിലും ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂവും 61 ലിബറേറ്റ് ചെയ്യുന്നത്. സെറ്റ്. അടുത്ത് സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പിടികിട്ടുന്നുണ്ടല്ലോ. ചാപ്റ്റർ ഒറ്റയടി നമ്മൾ പഠിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പല പല നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു. അപ്പോൾ പണ്ട് തൊട്ടേ ഇന്ത്യക്കാർക്ക് ഒരേ ഭാഷ ഉള്ളവർ ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാർ 1920 നാഗ്പൂർ സെഷനിൽ എന്ത് ചെയ്തു? അംഗീകരിച്ചു. പക്ഷേ സ്റ്റേറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് രാജ്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നടത്താൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് 47 സ്വാതന്ത്ര്യം കിട്ടും. തൊട്ടടുത്ത കൊല്ലം എന്ത് ചെയ്യുന്നു? SK ധർ കമ്മീഷൻ കൊണ്ടുവരുന്നു. SK ധർ കമ്മീഷൻ പറഞ്ഞു വേണ്ട, അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സംശയം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? അതേ വർഷം JVP കമ്മിറ്റി കൊണ്ടുവന്നു. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി, സീതാരാമയ്യ. ഇവരും എന്ത് പറഞ്ഞു? ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾക്കാർക്ക് ദേഷ്യമായി. 1953 ആന്ധ്ര 52 സമയത്ത് നമ്മുടെ പോറ്റി ശ്രീരാമലു നിരാഹാരം കിടന്ന് മരിക്കുന്ന കാരണം 53 ആന്ധ്ര സ്റ്റേറ്റ് കൊണ്ടുവരേണ്ടത് നിർബന്ധമായി വന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മനസ്സിലായി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അതുകൊണ്ട് അതേ വർഷം തന്നെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ കൊണ്ടുവരുന്നു. ഫസൽ അലി, അതുപോലെ സർദാർ KM മണിക്കർ, HN കുൻസ്രുവിൻ്റെ നേതൃത്വത്തിൽ. ഇത് ചോദിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് കേരളപ്പിറവി വന്ന 56 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ നിയമം വരുന്നു. 14 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു. ഇതാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. അടുത്ത് ലിംഗ്വിസ്റ്റിക് ഓർഗനൈസേഷനും കഴിഞ്ഞു. നെക്സ്റ്റ് എന്തുവാണ്? ഇന്ത്യൻ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യണം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പോവർട്ടി, ഫുഡ് ഷോർട്ടേജ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രീകൃത പ്ലാനിങ് കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ട് പ്ലാനിങ് കമ്മീഷൻ വരും. ആ പ്ലാനിങ് കമ്മീഷൻ ഒരു മിക്സഡ് എക്കോണമിയാണ് എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഒരേ സമയം പബ്ലിക് സെക്ടറും വേണം, പ്രൈവറ്റ് സെക്ടറും വേണം എന്ന രീതിയിൽ ഒരു മിക്സഡ് എക്കോണമി വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പ്ലാനിങ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ 5 ഇയർ പ്ലാനുകൾ കൊണ്ടുവരികയാണ്. ഏത് രാജ്യത്തിനനുസരിച്ച്? നമ്മുടെ സോവിയറ്റ് യൂണിയനെ പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? 5 ഇയർ പ്ലാനുകൾ കൊണ്ടുവരുന്നു. ഒന്നാം 5 ഇയർ പ്ലാൻ 51 മുതൽ 56 വരെ.
പോവർട്ടിയും ഫുഡ് ഷോർട്ടേജും ആണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൃഷിക്കും ഇറിഗേഷനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഭക്രാനങ്കൽ, ദാമോദർ വാലി, ഹിരാക്കുഡ് പോലെയുള്ള മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഡാമുകൾ നിലവിൽ വന്നു. അങ്ങനെ ആദ്യ 5 വർഷ പ്ലാൻ കഴിഞ്ഞു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 56 മുതൽ 61 വരെ വ്യാവസായികത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടറിൽ ഒരുപാട് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികൾ വന്നു. ഏതൊക്കെ വന്നു? ഒഡീഷയിൽ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ഛത്തീസ്ഗഡിൽ ഭിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ UK സഹായത്തോടെ, ജാർഖണ്ഡിൽ ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി വരുന്നു. പിന്നീടുള്ള 5 ഇയർ പ്ലാനുകളിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. തീരുന്നില്ല അല്ലേ? ഈ പറയുന്ന ഇൻഡസ്ട്രി വന്നതുകൊണ്ട് മാത്രം ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? കൃഷി വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഡാം കൊണ്ടുവന്നു അല്ലെ, ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ പട്ടിണിക്കൊന്നും വലിയൊരു പരിഹാരം, ഒരു മാറ്റം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്ത് വേണ്ടി വന്നു? അപ്പോൾ നമുക്ക് ലാൻഡ് റിഫോംസിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ എന്താണ് ലാൻഡ് റിഫോംസ് എന്ന് വെച്ചാൽ? ലാൻഡുകൾ സീലിംഗ് ചെയ്യുക, അതായത് അമിതമായിട്ടുള്ള ലാൻഡുകൾ പിടിച്ചെടുക്കുക, എന്നിട്ട് ഈ പറയുന്ന സർപ്ലസ് ലാൻഡ് ഇല്ലാത്ത ഭൂരഹിതരായ ആൾക്കാർക്ക് പതിച്ചു കൊടുക്കുക. ആരുടെ തീരുമാനപ്രകാരം? JC കുമാരപ്പ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വന്നതാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അത് കാരണം എന്തുണ്ടായി? പോവർട്ടി കുറഞ്ഞു, ലാൻഡുകൾ കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി, കൂടുതൽ ആഹാരം ആൾക്കാർക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ കൃഷിയിൽ ലാൻഡ് ഇല്ലായ്മ പരിഹരിച്ചു. പക്ഷേ കൃഷിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ ലാൻഡ് മാത്രം പോരാ, നമുക്ക് ആധുനിക കൃഷി രീതികൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് 1960 നമ്മുടെ ഫുഡിൻ്റെ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലീഡേഴ്സും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുമാരും കൂടി ചേർത്ത് പദ്ധതികൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1960 വരുന്നതാണ് ഗ്രീൻ റെവല്യൂഷൻ. ആര് കൊണ്ടുവരുന്നു? MS സ്വാമിനാഥൻ കൊണ്ടുവരുന്നു. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ കൊണ്ടുവരുന്നു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നു, കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ടുവരുന്നു, പെസ്റ്റിസൈഡ് കൊണ്ടുവരുന്നു, മെഷീൻസ് കൊണ്ടുവരുന്നു, കൃഷിയെ ഇംപ്രൂവ് ചെയ്യുന്നു. ആദ്യഘട്ടം 60, രണ്ടാം ഘട്ടം 80 വരുന്നു, സക്സസ്ഫുള്ളായിട്ട് മാറുന്നു. അതുപോലെ പാൽ ഉൽപ്പന്നത്തിന് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നത് വൈറ്റ് റെവല്യൂഷൻ, മീനുകളുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നത് ബ്ലൂ റെവല്യൂഷൻ. ഇതെല്ലാം കൂടുതൽ ജോലിയും അതുപോലെ തന്നെ കൂടുതൽ വരുമാനവും നമുക്ക് കൊണ്ടുവന്ന് തന്നു. സെറ്റല്ലേ? അപ്പോൾ ലാൻഡ് റിഫോംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫുഡ് പ്രൊഡക്ഷൻ ത്രൂ റെവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. അപ്പോൾ നമുക്ക് ലാൻഡ് കിട്ടി, ലാൻഡിൽ കൃഷി ചെയ്യാനുള്ള രീതികൾ കിട്ടി. അപ്പോൾ ഇനിയുള്ളത് എന്താണ്? നമുക്കുള്ള പൈസയുടെ കുറവാണ് അല്ലേ, ക്യാപിറ്റലിൻ്റെ കുറവാണ്. അപ്പോൾ ക്യാപിറ്റൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ലോണിന് അപ്ലൈ ചെയ്യണം. പക്ഷേ ബാങ്കുകൾ എപ്പോഴും ഇഷ്ടം ആരെയാ? ധനികരെയാ, പൈസ ഉള്ളവരെ. പാവപ്പെട്ടവർക്ക് അവർ ലോണ് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം. 1969 ISRO വന്ന അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നു? 14 ബാങ്കുകളെ നമ്മൾ നാഷണലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ 14 ബാങ്കുകളുടെ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വന്നു. പിന്നീട് 6 ബാങ്കുകളും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു? ഗവൺമെൻറ്റിന് കൊണ്ടുവന്നു. അപ്പോൾ ഗുണം എന്താണ്? ഇനി ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ബാങ്കുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1990 എത്തിയപ്പോഴത്തേക്കും ലോകത്തെല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ അതിന് പരിഹരിക്കാനായിട്ട് നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി ആയിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ വരുന്ന കാര്യമാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്താ സംഭവം? ലെസ് കൺട്രോൾ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് സെക്ടർ കമ്പനിയുണ്ട്. 1990 മുന്നേ വരെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കമ്പനികളാണ് കൂടുതൽ, പ്രൈവറ്റിനെ അധികം പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ 90 കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഗവൺമെൻറ് കമ്പനികളുടെ എണ്ണം കൂട്ടി. അതായത് ഗവൺമെൻറ് ഇനി അധികം സാങ്ഷനും അല്ലെ ഓരോന്നിനും നമുക്ക് ഈ പറയുന്ന അനുമതി വാങ്ങണ്ടേ, അതൊക്കെ കുറച്ചു. പ്രൈവറ്റ് ഓണർഷിപ്പുകളെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ മാർക്കറ്റ് തുറന്നിട്ട് കൊടുത്തു. വിദേശത്തുള്ളവർ ഇവിടെ കൊണ്ടുവന്ന് സാധനം വിൽക്കാം, ഇവിടെ ഉള്ളവർ വിദേശത്ത് കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറയുകയും പ്രൈവറ്റ് സെക്ടർ വളരുകയും ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും ചെയ്തപ്പോൾ നമ്മൾ സാമ്പത്തികമായി മുന്നാക്കം വന്നു. എക്കണോമിക് റിഫോംസ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കാര്യം ഓക്കെ. അപ്പോൾ വിദ്യാഭ്യാസം കൂടിയാണല്ലോ അടുത്ത് നോക്കാനുള്ളത്. വിദ്യാഭ്യാസം എന്താണ്? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രീതികൾ കൊണ്ടുവന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം വിദ്യാഭ്യാസത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പലതരം കമ്മീഷനുകൾ വന്നിരുന്നു. 48 രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, 52 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, 64 DS കോത്താരി കമ്മീഷൻ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, 86 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, 20 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കണം. അടുത്ത് വന്നത് എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഈ പറയുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ജനങ്ങളും അങ്ങനെ ആകണമെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഹോമി ജഹാംഗീർ ബാബയെ പോലെയുള്ള മേഘാനന്ദ സാഹയെ പോലെയുള്ള സയൻറ്റിസ്റ്റുമാരുമായി ചേർന്നിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ശാസ്ത്രബോധം വളർത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു, IITകൾ വന്നു,
NIV വന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാബ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ, എയിംസ്, ഡിഫൻസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ വന്നു. അറിവ് കൂടി, നമ്മൾ സ്പേസ് ടെക്നോളജിയിലും മുന്നിലെത്തി. 1969 ബംഗളൂരുവിൽ ISRO സ്ഥാപിതമായി, ഹോമി ജഹാംഗീർ ഭാവയും വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ. ശ്രീഹരിക്കോട്ടയിലും ഹൈദരാബാദിലും തിരുവനന്തപുരത്തും സ്ഥാപനങ്ങൾ വന്നു അല്ലെ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഉണ്ട്, നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററൊക്കെ വരുന്നു, റോക്കറ്റ് ലോഞ്ചിങ്, സാറ്റലൈറ്റിലൊക്കെ നമ്മൾ മുന്നിലെത്തുന്നു. ആര്യഭട്ട 75 നമ്മൾ എന്ത് ചെയ്യുന്നു, വിക്ഷേപിക്കുന്നു. ചന്ദ്രയാൻ 1, 2, 3 ദൗത്യങ്ങൾ, മംഗൾയാൻ, ആദിത്യ, ഗഗൻയാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു വിട്ടാൽ മതി, എന്നൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫോറിൻ പോളിസി. ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എന്താ സംഭവം? നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്തായിരുന്നു? ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ: 1 സമാധാനം, ആൻറ്റി കൊളോണിയലിസം, സോവേണിറ്റി, നോൺ അലൈൻമെൻറ്റ് ആൻഡ് പഞ്ചശീൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു ചോദിക്കും. 1 സമാധാനം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതുപോലെ എന്താണ്? സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം, പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവനിറ്റി, നോൺ അലൈൻമെൻറ്റ്, പഞ്ചശീൽ. എന്താ സംഭവം? സമാധാനപരമായി നിൽക്കുക, വിദേശീയമായിട്ട് നമ്മൾ അല്ലെ അയൽവക്കക്കാരുടെ പ്രശ്നത്തിൽ നമ്മൾ പോകത്തില്ല, നമ്മളെ പ്രശ്നത്തിൽ വരരുത്. കൊളോണിയലിസം അതെന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന വിദേശികൾ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്ന പരിപാടി. അതുപോലെ വർണ്ണവിവേചനത്തിന് നമ്മൾ എതിരാണ്. രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്കും അതിൻ്റെ പരമാധികാരത്തിനുമാണ് ഏറ്റവും കൂടുതൽ വില. നമ്മൾ നോൺ അലൈൻമെൻറ്റ് പോളിസി സ്വീകരിച്ചു. എന്ന് വെച്ചാൽ USA കൂടെയും പോയില്ല, അതുപോലെ തന്നെ ആരുടെ കൂടെ പോയില്ല? സോവിയറ്റ് യൂണിയൻ്റെ കൂടെയും പോയില്ല. പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ എന്താ സംഭവം നോക്കി? പഞ്ചശീല തത്വങ്ങൾ 54 നെഹ്റുവും അന്നത്തെ ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള ഷൗവിങ് ലായുമായിട്ട് ചേർന്നിട്ട് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ടെറിട്ടറി ആൻഡ് സോവറിനിറ്റി. ഇന്ത്യയുമായി അതിർത്തി തർക്കം നേരിടുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റിലൂടെ എന്ത് ചെയ്യുക? ടെറിട്ടറിയും പരമാധികാരത്തിലും ഇടപെടാതിരിക്കുക. നോൺ അഗ്രഷൻ, പരസ്പരം രണ്ട് രാജ്യത്തും യുദ്ധത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അവരുടെ സ്വന്തം ഇൻറ്റേർണൽ കാര്യങ്ങളിൽ നോൺ ഇൻ്റർഫിറൻസ് അതെന്ത് ചെയ്യുക? ഒരു രാജ്യത്തിൻ്റെ രാജ്യകാര്യങ്ങൾ നമ്മൾ ഇതൊന്നും ഇടപെടാതിരിക്കുക. ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, രണ്ടുപേർക്കും ലാഭകരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്യുക. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് നടത്തുക. മറ്റൊന്ന് ഈ പറയുന്ന നോൺ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അതായത് നമുക്കറിയാം, രണ്ടാം ലോകമായതിനു ശേഷം കോൾഡ് വാർ, USAയും USSRും തമ്മിൽ തല്ലും. ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ നോൺ അലൈൻമെൻറ്റ് പോളിസിയാണ് എടുത്തത്. എന്ന് വെച്ചാൽ എന്താണ്? ദേ വിൽ സ്റ്റേ ഇൻഡിപെൻഡൻറ്റ് അല്ലേ. സമാധാനത്തിന് വേണ്ടിയിട്ടും ആൻറ്റി കൊളോണിയലിസത്തിന് വേണ്ടിയിട്ടും മാത്രം പ്രവർത്തിക്കും. പക്ഷേ ഒരു പവർ ബ്ലോക്കുമായിട്ട് നമ്മൾ ചേരത്തില്ല അല്ലേ. എല്ലാവരുമായിട്ടും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ അകൽച്ചയാണെങ്കിൽ അകൽച്ച. ഇതാണ് നമ്മുടെ ഇന്ത്യ സ്വീകരിച്ച തത്വമെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യ സ്വീകരിച്ച തത്വമെന്ന് പറയുന്നത്. തീർന്നു. നെക്സ്റ്റ് വരുന്നത് കേരളത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കേരള സംസ്ഥാനം അല്ലേ, 1956 നവംബർ 1 അന്നത്തെ നാട്ടുരാജ്യങ്ങളായിട്ടുള്ള ട്രാവൻകൂർ, കൊച്ചി, മലബാർ, കാസർഗോഡ് താലൂക്കുകളും കൂടെ ചേർത്തിട്ട് രൂപീകൃതമാകുന്നു. അവിടെ ആദ്യ ഇലക്ഷൻ നടന്ന 57, അതായത് അടുത്ത വർഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കരണത്തിലൊന്നാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അതായത് ലാൻഡ് റിഫോംസ് വരുന്നതിന് വേണ്ടി ഇവിടെ ജമ്മിത്ത വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പറയുന്ന ജമ്മിമാരുടെ കയ്യിലാണ് ലാൻഡ് ഇരിക്കുന്നത്. അതിന് ഒരുപാട് റെൻറ്റ് കൊടുത്ത് വേണം കൃഷി ചെയ്യാൻ. ജാതീയപരമായിട്ടുള്ള ഹൈറാർക്കി ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ദാരിദ്ര്യവും ദുരിതവുമായിരുന്നു. എന്നാൽ അഗ്രേറിയൻ റവല്യൂഷൻ ബില്ല് വഴി നമ്മൾ എന്ത് കൊണ്ടുവരുന്നു? ഈ പറയുന്ന ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ലാൻഡ് റിഫോംസ് ഇത്രയേ ഉള്ളൂ, തീർന്നു. ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? ലാൻഡിൻ്റെ അളവിൽ ലിമിറ്റ് കൊണ്ടുവന്നു. ജമ്മിത്ത വ്യവസ്ഥ അവസാനിപ്പിച്ചു. ഈ പറയുന്ന കുടികിടക്കുന്ന ആൾക്ക് അതിൻ്റെ അവകാശം കൊടുത്തു. അതുപോലെ തന്നെ എന്താ, ജാതി മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ട ഇൻഇക്വാലിറ്റീസ് എല്ലാം നമ്മളെടുത്ത് മാറ്റി. അടുത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നോക്കി, ഈ പറയുന്ന നമ്മുടെ കേരള രൂപീകരണത്തിന് മുന്നേ വരെയുള്ള വിദ്യാഭ്യാസ രീതികൾ കുറച്ച് മോശമായിരുന്നു. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. അത് സോഷ്യൽ റിഫോമേഴ്സിൻ്റെയും മിഷണറി പ്രവർത്തകരുടെയും ഇമ്പോർട്ടൻസിലൂടെയും നാഷണൽ മൂവ്മെൻറ്റുകളുടെയും പ്രിൻറ്റിംഗ് പ്രസിൻ്റെ വളർച്ച, ലൈബ്രറി മൂവ്മെൻറ്റുകൾ, ലിറ്റററി ട്രൈബുകൾ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഡീസെൻട്രലൈസേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് എത്തി എന്നുള്ളതാണ് ശരി. അടുത്ത് എഡ്യൂക്കേഷനും ഹെൽത്തിനും നമ്മൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി? 1958 കേരള എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം വിദ്യാഭ്യാസം എന്നത് ഫ്രീയും എല്ലാവർക്കും കമ്പൽസറിയുമായിട്ടുള്ളതുമായി. മാത്രമല്ല, നമ്മൾ ഇനി പ്രായമുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ലിറ്ററസി ക്യാമ്പയിൻസ് തുടങ്ങിയിട്ട് 1991 നമ്മൾ ആദ്യത്തെ ഫുള്ളി ലിറ്ററേറ്റ് സംസ്ഥാനമായിട്ട് മാറി. നേരത്തെ ഡീസെൻട്രലൈസേഷൻ ഞാൻ പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ? പഞ്ചായത്ത് രാജ് ആക്ട് 94 പ്രകാരം നമ്മുടെ ലോക്കൽ ബോഡികൾക്ക് സ്വന്തം അധികാരം കൊടുക്കുകയും
അതിൻ്റെ ഫലമായിട്ട് പഞ്ചായത്തുകളുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുകയും അങ്ങനെ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് വരികയും ചെയ്തു. ഒരുപാട് പുതിയ യൂണിവേഴ്സിറ്റികൾ സയൻസിലും ടെക്നോളജിയിലും അഗ്രികൾച്ചറിലും ഹെൽത്തിലും വന്നു. ഈ പറയുന്ന പോളിടെക്നിക്കുകൾ അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. സ്ട്രോങ് ആയ പബ്ലിക് ഹെൽത്ത് സെക്ടർ കൊണ്ടുവന്നതിലൂടെ നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ പറ്റി, അമ്മമാരുടെ മാതൃമരണ നിരക്ക് കുറയ്ക്കാൻ പറ്റി, അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റവും ഇമ്പ്രൂവ് ആയി. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ കേരളം വളരെയധികം മുന്നിലാണ്. 1965 ശേഷം നമ്മുടെ പോവർട്ടി മാറിയിട്ടുണ്ട്. കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങൾ വന്നത് നമ്മുടെ ആൾക്കാരുടെ ജോലി, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക രംഗത്തിൽ മുന്നോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുകയും നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിലും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലും മുന്നോട്ട് എത്തുകയും ചെയ്തു. തീർന്നു. സത്യം പറയാം, ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. സോ ഈ പറയുന്ന നോട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം വാട്സാപ്പ് ചാനലുകളിലേക്ക് ഇട്ട് തന്നേക്കാം. ഒന്ന് ഇതുകൂടെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റ് അല്ലേ. ഒരു അരമണിക്കൂറിനകത്ത് നമ്മൾ ഈ ഒരു ഫുൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കാൻ നിങ്ങൾ 1-2 തവണ ഈ നോട്ട് കൂടി ഒന്ന് വായിച്ചു നോക്കണം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ